കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വേനൽക്കാലത്ത് കർഷകർ ടാപ്പിംഗ് എല്ലാവരും മിക്ക ആൾക്കാരും ടാപ്പിംഗ് നിർത്തി. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇനി ടാപ്പിംഗ് നിർത്താനുള്ളത്. അപ്പോൾ ടാപ്പിംഗ് നിർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഈ ചിരട്ട അലക്ഷ്യമായി വലിച്ചെറിയാതെ നമ്മൾ ഇതേപോലെ ആ കാണുന്നത് പോലെ ചരിച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചരിച്ച് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പെയ്യുന്ന മഴയിൽ മഴവെള്ളം കെട്ടി നിന്ന് 3-4 ദിവസം ആകുമ്പോഴത്തേക്ക് അത് കൊതുക് ശല്യം വരുത്താനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ പലവിധ രോഗങ്ങളാണ്, ഡെങ്കിപ്പനി ഉൾപ്പെടെ പലവിധ രോഗങ്ങൾ ഈ കൊതുകിൽ നിന്ന് പകരുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാത്രമല്ല അടുത്തുള്ള ആൾക്കാരെ കൂടും ഇത് ബാധിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചരിച്ച് വെക്കുക? ചരിച്ച് വെക്കുന്ന ചിരട്ടകളായാൽ പോലും 1-2 ദിവസമൊക്കെ കഴിയുമ്പം അല്ലെങ്കിൽ ഇത് താഴെ വീഴാനായിട്ട് കാരണമാകും. ഇപ്പോൾ താഴെ വീണ് കിടന്നാൽ പോലും ഈ ചിരട്ടയിൽ വെള്ളം കെട്ടി നിൽക്കും, അതും കൊതുക് ശല്യം പരത്തും. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ റബ്ബർ തോട്ടം ഒന്ന് നമ്മൾ സന്ദർശിക്കണം. അപ്പോൾ ഇതേപോലെ വീണ്ടും താഴെ കിടക്കുകയാണെങ്കിൽ ആ തറയിൽ തന്നെ അങ്ങ് കമത്തി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴെ വീഴാൻ സാധ്യതയുള്ളത് അങ്ങ് കമത്തി തന്നെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ചിരട്ടക്കറ ഇളക്കാനുള്ള ഒരു ചിലർ ഈ ചിരട്ടയെല്ലാം കൂടെ പറക്കി കൊണ്ടുവന്ന് ഒരു കുട്ടകത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് 1 മാസം ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ചിരട്ടക്കറ ഇളകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതും കൊതുക് ശല്യത്തിന് കാരണമാകും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അല്ലാതെ തന്നെ ചിരട്ടക്കറ ഇളക്കാനുള്ള പലവിധ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ പൊതുവായിട്ടൊരു സംശയം ഉണ്ടാവാം. ഇപ്പോൾ ടാപ്പിംഗ് തുടരുന്നവർ, ചിരട്ടക്കറ ആക്കുന്നവർക്ക് ചരിച്ച് വെക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ ആസിഡ് ഒഴിച്ച് പോവുകയാണല്ലോ, പിന്നെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാപ്പിങ്ങിന് വരുമ്പം നമ്മൾ ഈ ചിരട്ടയിൽ വെള്ളം കളഞ്ഞിട്ട് ചിരട്ടക്കറ എടുത്തിട്ട് വീണ്ടും നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ആദ്യം വെള്ളം നിന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊതുക് ഉണ്ടാകുന്നില്ല. തന്നെയല്ല, ഇതിൻ്റെ അകത്ത് ആസിഡിൻ്റെ അംശം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കൊതുക് വളരാനുള്ള സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ടാപ്പിംഗ് നിർത്തിയവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ തോട്ടങ്ങളിൽ സന്ദർശിക്കാൻ പറ്റാത്തവർക്ക് ഈ ചിരട്ടയിൽ അവിടെ പറക്കി ചാക്കി കെട്ടി വെച്ചിരുന്നാലും മതി. ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞായിരിക്കുമല്ലോ ടാപ്പിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ടാപ്പിംഗ് ആരംഭിക്കുമ്പോൾ ഈ ചിരട്ട കൊണ്ട് വെച്ചാൽ മതി. അപ്പം ഒന്നിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റബ്ബറിൻ്റെ ചുവട് വൃത്തിയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആ ചോട്ടിൽ കിടക്കുന്ന കരിയില അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ പന്ന വേരിനൊരു തണലും കിട്ടും, ഒരു തണുപ്പും കിട്ടും. അപ്പോൾ ഈ പന്ന വേരുകളൊക്കെ ഈ കരിയിലേക്ക് അടിയിൽ കാണും. അപ്പോൾ നമുക്ക് ഇനി വളം ഇടുന്ന സമയത്തായാലും നമുക്ക് വളം ഇടാൻ ഈ കരിയില ഒന്ന് മാറ്റിയതിന് ശേഷം വളം ഇട്ടാൽ മതിയായിരിക്കും. ഈ കരിയില കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പുല്ല് വളർന്ന് കയറി വരത്തുമില്ല. അപ്പോൾ നമുക്ക് ഈ കരിയില കിടക്കുന്നതിനായിരിക്കുന്നത്. ചിലരാണെങ്കിൽ ഇപ്പം വേനൽക്കാലമായി ചുവടൊക്കെ ചരണ്ടി വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ചുവട് എപ്പോഴും നമുക്ക് ഇങ്ങനെ തണൽ കിടക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ റബ്ബർ തോട്ടങ്ങളിലെ റബ്ബർ മരത്തിൻ്റെ ഇല തളുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചൈനക്കളെ എല്ലാവരും അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പട്ടയ്ക്ക് നല്ല ഒരു തണുപ്പും കിട്ടും. അല്ലെങ്കിൽ ചൂട് കൊണ്ട് പട്ട വെടിച്ച് കീറിപ്പാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലുള്ള വീഡിയോസും റബ്ബർ വിലകളും കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.